അങ്ങനെ ട്രെയിനിലെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് ഒരു ഫോറസ്റ്റ്, ഒരു നേച്ചർ വാക്കിന് വേണ്ടിയിട്ടാണ്. നല്ല വുഡൻ ഫ്ലോറൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ വഴി സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ബോർഡ് വാക്കിംഗ് എന്നൊക്കെ പറയും. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നതുകൊണ്ട് ഇസയും ഇവയും ഭയങ്കര എക്സൈറ്റഡ് ആണേ. ഞങ്ങൾ എങ്ങനെ അവരെ മഴ കൊള്ളിക്കാതെ കൊണ്ടുപോകും എന്നോർക്കുമ്പോൾ അവർ തലയിലെ ഹൂഡിയൊക്കെ മാറ്റി അങ്ങ് നടക്കാൻ ശ്രമിക്കുവാണ്. ഡൈനോസർ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. ജീവനുള്ളത് ഉണ്ടെന്നാണ് ഇവരുടെ വിചാരം. ഞാൻ ഡൈനോസറിന്റെ മുകളിൽ കയറും, നീ കയറുവോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നടക്കുവാണ് രണ്ടുപേരും കൂടെ. തൽക്കാലം ഞങ്ങൾ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഡൈനോസറിന്റെ ബാക്കി മുട്ടയൊക്കെ ഇപ്പൊ വിരിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പപ്പ ഫോട്ടോ എടുക്കുന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഇടയ്ക്ക് കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ അവർക്ക് കഴിക്കാൻ കൊടുത്തു. ഡൈനോസറിനെ കുറിച്ചാണ് ഇടയ്ക്കൊക്കെ സംസാരം. ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തതാണ്, മിക്ക കിഡ്സിനും ഡൈനോസറിനോട് ഭയങ്കര ക്രേസ് ആണ്. നമുക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററിയോ എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് വെക്കാം. എന്നാൽ ഇവർക്ക് ഇതൊന്നും അറിയത്തുമില്ല, എന്നാൽ ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്തായിരിക്കും അല്ലേ റീസൺ? പണ്ട് ഇവിടെ നടന്ന മൈനിങ്ങിൻ്റെ അവശിഷ്ടമൊക്കെ നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് അതിൻ്റെ എലമെൻറ്റ്സ് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടണലിൻ്റെ എൻട്രൻസ് ഒക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്, ആരും കയറാതിരിക്കാൻ. ഏകദേശം 2.5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള, ക്വൈറ്റ് ആയിട്ടുള്ള, സർപ്രൈസിംഗ്ലി കാം ആയിട്ടുള്ള ഒരു എൻവോൺമെൻ്റ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. സിഡ്നിയുടെ തിരക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഒരു പകുതിയോളം നടക്കുമ്പോൾ ഒരു കേബിൾ കാറിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ വരും. അവിടെ നിന്ന് നമുക്ക് നേരെ മുകളിലോട്ട് പിന്നെയും പോവാം. കേബിൾ കാറിലോട്ട് കയറുന്നതിൻ്റെ എക്സ്പീരിയൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാവേ. സ്റ്റേ ട്യൂൺഡ്.